എന്താ നീ എന്താ ചാക്കര ഞാൻ ദുഃഖിച്ചിരിക്കുന്നേ? എടാ അതൊന്നും ഇല്ലടാ, കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കൊറേ കടത്തിലായി. വാ, ഈ മയത്തിരിക്കണ്ട, ഉള്ളിൽ പോയി സംസാരിക്കാം. വാ. നീ എന്ത് വിചാരിച്ച കടം മേടിച്ചു ഞാൻ വെറുതെ വിടുന്നോ? എത്ര മാസമായിട്ട് നിന്റെ നീ 1-2 പൈസ ഇല്ല, 2 ലക്ഷം നീ അടുത്ത് മേടിച്ചു പോയേ. നിന്റെ പൈസ നടന്നിട്ട് എത്ര പൈസ എനിക്ക് ചെലവ് എനിക്കറിയോ? നീ എന്ത് വിചാരിച്ചേ? എടാ എന്റെ സാഹചര്യം അങ്ങനെ അതിനെക്കൊണ്ട. എന്ത് സാഹചര്യമാണ് നിനക്ക്? നിന്റെ എല്ലാ സാഹചര്യം അറിഞ്ഞോണ്ടല്ലേ ഞാൻ നിനക്ക് തന്നത്. നിന്റെ അവസ്ഥ മറ്റാരേക്കാൾ നല്ലതാണെന്ന് എനിക്കറിയുന്നുണ്ടാ നീ ചോദിക്കുമ്പോ പൈസ തന്നത്. എന്നിട്ട് ഈ 15 വർഷത്തെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് നീ ഇല്ലാണ്ടാക്കിയില്ലേ? അതെന്റെ അവസ്ഥ കൊണ്ടായിരുന്നു. എന്താ എന്റെ പൈസ റെഡിയായോ? ഹലോ, എന്റെ പൈസ റെഡിയായോ? ഇന്നലെ അങ്ങോട്ട് വന്ന എന്റെ അവസ്ഥ പറയാനായിരുന്നു. എന്താ അവസ്ഥ? അത് ഞാൻ നിന്റെ അടുത്ത് പൈസ വാങ്ങിയെന്നുള്ളത് ശരിയാണ്. അത് വാങ്ങിയത് എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. അതിന്റെ ചികിത്സക്കാണ് നിന്നോട് ഞാൻ പൈസ എത്തിച്ചത്. എടാ, ഇത് നീ ഫസ്റ്റ് എന്നോട് തുറന്നു പറഞ്ഞെങ്കിൽ ഒരു പക്ഷെ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇതിപ്പോ ഞാൻ ഈ കൊള്ള പലിശക്കാണ് നിന്റെ തന്ന പൈസ മേടിച്ചത്. ഓനാണെങ്കിൽ എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആകുന്നു. എന്റെ പുര വിട്ടിട്ട് പോകാനുള്ള പരിപാടിയാ. എന്നുവെച്ചാൽ ഓനെ അത്രയും ഇറിറ്റേഷൻ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നീ എന്റെ സിറ്റുവേഷൻ. നിനക്കെന്താ എന്റെ അവസ്ഥ മനസ്സിലാകുന്നത്? നീ ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നില്ലേ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആ ഈ വേദനയും കൂടി സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മതിയെ എനിക്ക്. സാക്കിറേ, നീ കടം മനുഷ്യബന്ധങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാരകമായ ക്യാൻസറാണ്. അതിനുള്ള ഏക മരുന്ന് എന്ന് പറയുന്നത് തുറന്നു പറച്ചിലും. നിന്റെ ലൈഫിലെ ഹീറോയായിരുന്നു പൈസ ഞാൻ തരുമ്പോ. അതേ എന്നെ നീ നിന്റെ ലൈഫിലെ വില്ലനാക്കിയില്ലേ?